ജൂലൈ മന്തിലെ ബുള്ളറ്റ് ജേണലാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയുള്ള സപ്ലൈസാണ് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത്. ബ്ലാക്ക് ഇങ്ക്, പിന്നെ ജെല്ലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. റബ്ബർ, സ്കെച്ച് അതാണ് അത്യാവശ്യത്തിന് വേണ്ടത്, അല്ലെങ്കിൽ വാട്ടർ കളർ ആയാലും മതി. പിന്നെ ഒരു ബുക്ക്. ഈ ഡയറി തന്നെ വേണമെന്നൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് പേപ്പേഴ്സിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സ്റ്റാപ്ലർ ചെയ്ത് വെച്ചാലും ഇതൊക്കെ സെറ്റാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ലായോട്ടൊക്കെ വരച്ച് വാട്ടർ കളറൊക്കെ കൊടുത്ത് ഉണങ്ങാനൊക്കെ വെച്ചു. അപ്പം അതിൻ്റെ മേലിൽ കൂടിയിട്ട് നമുക്ക് ഈ ബ്ലാക്ക് ഇങ്കിനെ കൊണ്ട് വരയ്ക്കുക. അതാണ് എൻ്റെ ഇന്നത്തെ ഒരു ഔട്ട്ലൈൻ കൊടുക്കുക. അതാണ് എൻ്റെ ആദ്യത്തെ പ്ലാൻ. അപ്പോൾ ഫസ്റ്റ് പേജ് ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. പിന്നെ ഈ ഒരു ഡയറിയിൽ തന്നെ ഈ ഒരു കലണ്ടർ മന്ത് ഇൻ വ്യൂ എന്ന് പറഞ്ഞിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ജസ്റ്റ് 1 സ്റ്റാർ 5 സ്റ്റാർ അതൊക്കെ മാർക്ക് ചെയ്യേണ്ടത് സെറ്റാക്കി. ഇനി അടുത്തതിലേക്ക് പോകുക. അടുത്തതിലേക്ക് വീക്ക് 1, വീക്ക് 2, വീക്ക് 3, വീക്ക് 4, വീക്ക് 5 എന്ന് പറഞ്ഞിട്ട് കുറച്ച് കള്ളികളാക്കിയിട്ടേ ഉള്ളൂ. അതിൽ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ചും കൂടി ആ ഒരു ഡേയിൽ തന്നെ ചെയ്യേണ്ട ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത്. പിന്നെ എല്ലാ ജേണലിനും വേണ്ടത് ഒരു മൂഡ് ട്രാക്കറാണ് ഗൈസ്. ഒന്നുമില്ലെങ്കിൽ ഒരു മൂഡ് ട്രാക്കർ ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പം അത് ചെയ്യാം. കുറച്ച് ട്രാൻസാക്ഷനാണ് ഉദ്ദേശിച്ചത്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞു റൈനി ആയിട്ടുള്ള ഒരു തീമിലാണ് ഇപ്രാവശ്യം ഞാൻ ഈ ബുള്ളറ്റ് ജേണൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഒരു ക്ലൗഡ്, അതാണ് എൻ്റെ ക്ലൗഡായിട്ടുള്ള ഒരു രീതിയിലാണ്. പിന്നെ ഹാബിറ്റ് വീൽ, ഇത് നിങ്ങൾക്ക് വേറെ എടുത്തെങ്കിലും സെർച്ച് ചെയ്ത്, ഇതെല്ലാം നമുക്ക് ഈ പിൻട്രസ്റ്റിലൊക്കെ കിട്ടും. അപ്പോൾ ആദ്യം എനിക്കിത് അത്ര പിടി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് വീഡിയോ പോലും എടുക്കാൻ വെച്ചില്ല. സംഭവം സിമ്പിളാണ്, അടിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഫൈനൽ ലുക്കിലേക്ക് പോവാം.